ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നൊബൽ പുരസ്കാരം 2024 ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടും അല്ലാതെയും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം ഇപ്പൊ നമുക്ക് നടക്കാൻ പോകുന്ന ഏതൊരു എക്സാമിനേഷനും നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏത് 2024 നൊബേൽ സമ്മാനം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ 2023 നൊബേൽ സമ്മാനം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് 2024 നൊബേൽ സമ്മാനമാണ്. നമുക്കറിയാം ഈ നൊബേൽ സമ്മാനം കൊടുക്കുന്നത് പല ഫീൽഡിലാണ് അല്ലെ. ഇപ്പൊ സമാധാനത്തിനുണ്ട്, സാഹിത്യത്തിനുണ്ട്. ഇതൊക്കെ എന്റെ മുൻപിലുള്ള നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള നൊബേൽ സമ്മാനത്തിന്റെ ക്ലാസ്സുകളിൽ ഞാൻ അതിന്റെ എല്ലാം ഒരു വ്യക്തമായ ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നൊബേൽ സമ്മാനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ഏതെല്ലാം മേഖലകൾക്കാണെന്നും നൊബേൽ സമ്മാനം എന്ന് മുതലാണ് കൊടുത്തു തുടങ്ങിയതെന്നും ആരുടെ ഓർമ്മയ്ക്കായിട്ട് ആരുടെ സ്മരണയ്ക്കായിട്ടാണ് നൊബേൽ പുരസ്കാരം കൊടുക്കുന്നതെന്നും എവിടെ വെച്ചാണ് നൊബേൽ സമ്മാനം കൊടുക്കുന്നതെന്നും ഉള്ള ഒക്കെ ഡീറ്റെയിൽസ് നൊബേൽ സമ്മാനം 2023 ക്ലാസ്സിലെ ഇൻട്രോ പാർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അറിയാൻ മേലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 2024 നൊബേൽ സമ്മാനത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം വരാൻ പോകുന്ന എക്സാമിനേഷന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ 2024 നൊബേൽ സമ്മാനം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഏതാ 2024 നൊബേൽ പുരസ്കാരം. അപ്പൊ നമുക്ക് ഏതായാലും നൊബേലിന്റെ ക്ലാസ്സിലേക്ക് പോകാം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായത് അല്ലെ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായത് ആരാണ്? നിഹോങ് ഹിഡൻക്യോ. ഈ പേര് പഠിച്ചു വെക്കണം, സമാധാനം. നിഹോങ് ഹിഡൻക്യോക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. അപ്പൊ നമുക്ക് ഇപ്പൊ കാണുന്ന എക്സാമിനേഷൻ ട്രെൻഡ് എന്ന് പറഞ്ഞാല് നമ്മളോട് ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമായിരിക്കില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലെല്ലാം PSC ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസും കൂടി അറിഞ്ഞു പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വായിച്ചതിന്റെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ പോയിന്റ് നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അത് ചിലപ്പോ നമ്മളോട് എന്താ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, 2024 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായത് ആര് എന്ന് നേരിട്ട് ചോദിക്കാം. അതല്ലാതെ പ്രസ്താവന രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. 2024 നൊബേൽ പുരസ്കാരമാണ് പറയുന്നത്. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായത് നിഹോങ് ഹിഡൻക്യോ ആണ്. ഇനി ശ്രദ്ധിക്കണം, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ച ഹിബാക്കുഷമാരുടെ പ്രസ്ഥാനമാണ് പുരസ്കാരത്തിന് അർഹമായത്. ഒരുപക്ഷെ ഹിബാക്കുഷയെ കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. ഹിബാക്കുഷ എന്താണ് എന്നുള്ളത് ഞാനിവിടെ പരാമർശിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഓർക്കുക, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ച ഹിബാക്കുഷമാരുടെ പ്രസ്ഥാനത്തിനാണ് എന്താ ഈ ഒരു പുരസ്കാരത്തിന് അർഹമായത്. ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം. ഓർത്തു വെക്കുക, ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള അംഗീകാരത്തിനാണ് പുരസ്കാരം. 1945 ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങളുടെ ഇരകൾ അല്ലെങ്കിൽ അണുബോംബ് സ്ഫോടനങ്ങളെ അതിജീവിച്ചവരാണ് ഹിബാക്കുഷ എന്നറിയപ്പെടുന്നത്. ഈ ഹിബാക്കുഷ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് 1945 അല്ലെങ്കിൽ 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ അല്ലെങ്കിൽ ആ അണുബോംബ് സ്ഫോടനങ്ങളുടെ ഇരകളാണെന്താ ഹിബാക്കുഷ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2024 പഠിക്കുമ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുക്കുക. അടുത്തത് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയായത് ഹാൻ ക്യാങ് ആണ്. ഓക്കെ, ഹാൻ ക്യാങ്. പല 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 തവണ നിങ്ങളിത് ക്ലാസ് കേൾക്കുകയോ കാണുകയോ ഒന്ന് എഴുതി നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പേര് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ബൈഹാർട്ട് ചെയ്യണം, നമുക്കിത് കേട്ടാൽ ഇന്നതാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ പഠിച്ചെടുത്താലും മതി. ഹാൻ ക്യാങ് എന്ന് പറയാൻ പറ്റിയില്ലേലും എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓർക്കണം, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് എന്താണ്, സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണല്ലോ 2024 എന്ന രീതിയിൽ ഓർമ്മ ഒന്ന് പഠിക്കണം. അപ്പൊ ഓർക്കുക, സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2024 ലഭിച്ചത് ആർക്കാണ്? ഹാൻ ക്യാങ് ആണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ ക്യാങ്. ഇവിടെ ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്, അത് പഠിക്കണം. ഇവര് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്. സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ് ആര്? ഹാൻ ക്യാങ്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യാത്മക ഗ്രന്ഥത്തിനാണ് പുരസ്കാരം.
ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാൻ, ചില പുസ്തകങ്ങൾ തന്നിട്ട് PSC ചോദിക്കാറുണ്ട്, ഇത് ആരുടെ സൃഷ്ടിയാണ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആരുടെ രചനയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കണം. ദ വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്ട്സ്, ദ വൈറ്റ് ബുക്ക്, ഗ്രീക്ക് പാഠങ്ങൾ എന്നിവ അവരുടെ പ്രധാന കൃതികളാണ്. ഹാൻ ക്യാങ്ങിന്റെ പ്രധാന കൃതികളാണ് ദ വെജിറ്റേറിയൻ, ഹ്യൂമൻ ആക്ട്സ്, ദ വൈറ്റ് ബുക്ക്, ഗ്രീക്ക് പാഠങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2024 പഠിക്കുമ്പോൾ നിങ്ങൾ അതിനോട് അനുബന്ധ വസ്തുതകളായിട്ട് പഠിച്ചെടുക്കേണ്ടതാ. അടുത്തത് നമ്മൾ കെമിസ്ട്രിയാണ്. രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം, അല്ലെ? കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ഡേവിഡ് ബേക്കർ, ഡെമീസ് ഹസാബിസ്, ജോൺ എം ജംബർ, ഇങ്ങനെ 3 പേർക്കായിട്ടാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തു വെക്കുക, ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ, ഇങ്ങനെ ഈ 3 പേർക്കാണ് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി, അല്ലെ? അപ്പം 2 ഡേവിഡ് ഉണ്ട്, 2 ഡി ഉണ്ട്, ഡേവിഡും ബേക്കറും ഉണ്ട്, ഡെമീസ് ഹസാബിസും ഉണ്ട്, പിന്നെ ജോൺ എം ജംബർ. ഇങ്ങൾക്ക് 3 പേർക്കാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. പ്രോട്ടീൻ ഘടനയും മറ്റുമടങ്ങുന്ന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം. എന്തിനാ പുരസ്കാരം ലഭിച്ചത്? പ്രോട്ടീൻ ഘടനയും മറ്റുമടങ്ങുന്ന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. അപ്പൊ ഡേവിഡ് ബേക്കറിന് പുരസ്കാരം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ്. ഇനി മറ്റ് 2 പേർക്ക്, അല്ലെ, പ്രോട്ടീന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം എന്ന് ഓർത്തു വെക്കുക. അടുത്ത ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സമാധാനമുണ്ട്, സാഹിത്യം കഴിഞ്ഞു, രസതന്ത്രം കഴിഞ്ഞു. നെക്സ്റ്റ് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് ജോൺ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ്. ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. കൃത്രിമ നാഡീ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് പുരസ്കാരം. സാധാരണ രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും ചോദിക്കുമ്പോൾ അനുബന്ധ വസ്തുതയായിട്ട് പ്രസ്താവന രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കെമിസ്ട്രിക്കും ഫിസിക്സിനും അത് അങ്ങനെ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ കൃത്രിമ നാഡീ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഭൗതിക ശാസ്ത്രത്തിന് ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ആണ് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് വിക്ടർ ആംബ്രോസ്, ഗാരി റോക്കിൻ എന്നിവർക്കാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റോക്കിൻ. മൈക്രോ RNA കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാണ് പുരസ്കാരം. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 പങ്കിട്ടത് 2 പേരാണ്, വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും. അതിൽ മൈക്രോ RNA കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് സാമ്പത്തിക ശാസ്ത്രം, അല്ലെ, അല്ലെങ്കിൽ ഇക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 3 പേർക്കായിട്ടാണ് ലഭിച്ചത്. ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. ഇപ്പൊ എന്തിനാണ് പുരസ്കാരം, അല്ലെങ്കിൽ എക്കണോമിക്സിന് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, ചില രാജ്യങ്ങൾ സമ്പന്നരും മറ്റുള്ളവ ദരിദ്രരുമായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിലാണ് അവരുടെ പ്രവർത്തനത്തിന്റെ ആധുനിക കാലത്തെ പ്രാധാന്യം. ഇപ്പൊ ചില രാജ്യങ്ങൾ സമ്പന്നരായിട്ട് തന്നെ തുടരുന്നു, ചില രാജ്യങ്ങൾ ദരിദ്രരായിട്ട് തുടരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന അവരുടെ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ടാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള 2024 പുരസ്കാരം ഡാരൻ അസമോഗ്ലുവിനും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും ലഭിച്ചത്. അപ്പൊ ഈ 2024 പുരസ്കാരം വ്യക്തമായിട്ട് പഠിക്കണം. വരും പരീക്ഷകളിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ കിട്ടാൻ വളരെയേറെ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. ഓക്കെ.